പണ്ട് പണ്ട് തിരുവനന്തപുരത്ത് നിന്ന് പത്മനാഭപുരത്തേക്ക് പോകുന്നത് ഒരു കാട്ടിലൂടെയായിരുന്നു. ഒരിക്കൽ അവിടെ ഒരു യക്ഷി വന്നുകൂടി. സുന്ദരിയായ സ്ത്രീയുടെ രൂപത്തിൽ അതിലെ യാത്ര ചെയ്യുന്നവരെ സമീപിച്ച് രക്തം കുടിച്ച് കൊന്നുകളയുമായിരുന്നു. യക്ഷിയുടെ ശല്യത്താൽ വലഞ്ഞ നാട്ടുകാർ പല മന്ത്രവാദികളെ കൊണ്ടുവന്നെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. ഒടുവിൽ ഇടമറ്റത്ത് ചെന്ന് കത്തനാരോട് സഹായം തേടി. അങ്ങനെ കത്തനാർ വനത്തിലെത്തി. പതിവ് വേഷത്തിൽ യക്ഷി അദ്ദേഹത്തിന്റെ അടുക്കലെത്തി ഒരൽപ്പം ചുണ്ണാമ്പ് തരാമോ എന്ന് ചോദിച്ചു. കത്തനാർ കുറച്ച് ചുണ്ണാമ്പെടുത്ത് ഇരുമ്പാണിയിൽ വെച്ച് കൊടുക്കുകയും യക്ഷിയുടെ ശക്തി നശിച്ച് ആണി അവളുടെ നെറ്റിയിൽ തറയ്ക്കുകയും ചെയ്തു. കത്തനാർ അവിടെ നിന്ന് യാത്ര തിരിച്ചപ്പോൾ ഒരു ദാസിയെ പോലെ യക്ഷിയും പിന്നാലെ നടന്നു. അങ്ങനെ അവർ കായംകുളത്തുള്ള അദ്ദേഹത്തിന്റെ ബന്ധു വീട്ടിലെത്തി. അവിടെ ഒരു വൃദ്ധ തനിച്ചായിരുന്നു താമസം. വൃദ്ധയുടെ ആവശ്യപ്രകാരം ഒരു സഹായിയായി അവളെ അവിടെ നിൽക്കാൻ അദ്ദേഹം അനുവദിച്ചു. ക്ഷീണിതയായ അവളുടെ തലമുടി ചീകുന്നതിനിടയിൽ കത്തനാർ തറച്ച ആണി വൃദ്ധ കാണുകയും അവർ അത് വലിച്ചൂരുകയും ചെയ്തു. പെട്ടെന്ന് അവൾ അപ്രത്യക്ഷയായി. അന്വേഷിച്ചിറങ്ങിയ കത്തനാർ മാന്നാർ ഭാഗത്ത് വെച്ച് യക്ഷി ഒരു തോണിയിൽ കയറി പനയനാർക്കാവ് കടവിലെത്തിയത് കണ്ടു. മന്ത്രശക്തി കൊണ്ട് യക്ഷിയുടെ യാത്ര മുടക്കിയ കത്തനാർ ഒരു വാഴയിലയിൽ കയറി കടവിലെത്തുകയും ജനങ്ങളെ ഉപദ്രവിക്കില്ല എങ്കിൽ മാത്രം വിട്ടയക്കാമെന്ന് പറയുകയും ചെയ്തു. യക്ഷി അത് സമ്മതിച്ച് അവിടെ താമസമായി. ഇന്നും പരുമല പനയനാർക്കാവ് ക്ഷേത്രത്തിൽ ദൈവസങ്കല്പമായി ഈ യക്ഷിയെ കുടിയിരുത്തിയിട്ടുണ്ട്.